ഹലോ ഗൈസ്, ജീൻസ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നോടെ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി മത്തങ്ങ പായസമാണ്. അതിന് നമ്മൾ മത്തങ്ങ അടുപ്പത്ത് വെച്ച് വേവിച്ചിട്ട് ഉടച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കണം. 3 പാലെടുത്തേക്കണം. 3-ാം പാൽ ആദ്യം ഒഴിക്കണം. എന്നിട്ട് നന്നായിട്ട് മത്തങ്ങ ഉടയ്ക്കണം. 3-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ 2-ാം പാൽ ചേർക്കണം. 2-ാം പാൽ ചേർത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് അരിമാവ് ചേർക്കണം. ഒരു 2-3 സ്പൂണ് വറുത്ത അരിമാവോ അല്ലാത്തതോ ആയ അരിമാവ് ചേർക്കണം. എന്നുവെച്ചാൽ ഇതിനൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിമാവ് ചേർക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അരിമാവ് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ ശർക്കര പാനി വയ്ക്കണം. ഞാനിവിടെ ഒരു 1/2 കിലോ മത്തനാണ് എടുത്തത്. 1/2 കിലോ മത്തന് ഒരു 350 ഗ്രാം ശർക്കര പാനിയാക്കി വെക്കണം. ശർക്കര പാനി വയ്ക്കണം, അല്ലാതെ കല്ലൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് നമ്മൾ ശർക്കര പാനിയാക്കി വെച്ചിട്ട് അതിലേക്ക് ഒഴിക്കണം. മൊത്തം നല്ലോണം ഉടയ്ക്കണം. ഉടച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ പായസം ഇപ്പോൾ നല്ലോണം കുറുകി വരും, കട്ടിയായിട്ട് വരും. ഇനി നമ്മളതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ച് കൊടുക്കണം. ശർക്കര പാനി ഒഴിച്ച് നല്ലോണം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യത്തെ പാലൊഴിക്കണം. ശകലം ഉപ്പിടണം. മധുരം എല്ലാം ബാലൻസ് ചെയ്യാനാണ് ഉപ്പിടുന്നത്. ഏലക്ക പൊടി ചേർക്കണം. ഒരു 5-6 ഏലക്ക ചതച്ച് പൊടിച്ചത് ചേർക്കണം. നമ്മളതിലേക്ക് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ചേർക്കണം. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി വെക്കണം. സിമ്പിൾ പായസമാണ് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ഒന്നും ഇടാണ്ട് ഒരുപാട് കാലമായി. അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പി ആയിട്ടൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ഒരു തവണ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഗൈസ്. ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി കൊടുക്കണം. മത്തങ്ങ ഇഷ്ടപ്പെടാത്ത ആരും കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. നല്ലൊരു പായസമാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒരു തവണ തയ്യാറാക്കി നോക്കണം.
ഓക്കെ ബൈ.